നവംബർ 8 നടക്കുന്ന ഈ മാറ്റിൻ സർവീസിലേക്ക് ഏവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. മഹോദനായ ദൈവമേ, സ്വർഗീയ പിതാവേ, കഴിഞ്ഞൊരാഴ്ചവട്ടം അപ്പച്ചൻ ഞങ്ങളോട് കൂടെയിരുന്നു. ഞങ്ങൾ കർത്താവെ കടന്നുപോയ എല്ലാ അവസ്ഥയിൽ അങ്ങയുടെ സാന്നിധ്യം അറിയുവാനുള്ള കൃപയും വിവേകവും അപ്പച്ച കർത്താവ് ഞങ്ങൾ നൽകി. ഇന്നത്തെ ഈ പ്രത്യേക ദിവസം അപ്പച്ച ഞങ്ങളെ തന്നെ വീണ്ടും സമർപ്പിക്കുന്നു. ചെയ്തു പോയ കുറ്റങ്ങളെയൊക്കെ അപ്പച്ച ക്ഷമിക്കണമേ. പുതിയ കർത്താവെ വ്യക്തികളായി തീരുവാൻ എല്ലാം കർത്താവെ അനുഗ്രഹം ഞങ്ങൾക്ക് ഈ ദിവസം നൽകണമേ. ഈ ആരാധനയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ നാഥ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കർത്താവെ പാട്ടുപാടുന്ന ഞങ്ങളുടെ മക്കളെ അവിടുന്ന് ദൈവം അനുഗ്രഹിക്കുന്നല്ലോ. ദൈവവചനം കേൾക്കുന്നവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. പാഠം വായിക്കുന്നവരെ കൂടുതലായിട്ട് വരുന്ന ആളുകളിൽ ഉപയോഗിക്കണമേ. കർത്താവെ അങ്ങോട്ടുള്ള സമയം കർത്താവെ ഞങ്ങളോട് സംസാരിച്ചാട്ട് എല്ലാം ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. ദയവും നീ കേൾക്കണമേ. ആമേൻ. നമുക്കെല്ലാവർക്കും ചേർന്ന് 6-ാമത്തെ കീർത്തനം ഹിം നമ്പർ 6 പാടാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നമുക്ക് കൃപയും സമാധാനമുണ്ടാകട്ടെ. ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. 38-ാമത്തെ പേജ്. കർത്താവേ, ഞങ്ങളുടെ അതിരങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായിന്റെ സ്നേഹം പിതാ
പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. തൃത്വത്തിന് സ്തുതി. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ആകാശം ഭൂമിയും നിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മഹോനായ കർത്താവേ, നിനക്ക് മഹത്വമുണ്ടാകട്ടെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. സർവശക്തനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. പരിശുദ്ധാത്മാവായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. 42-ാമത്തെ പേജ്. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങളുടെ ആരാധനയും സ്തോത്രം തിരുമുമ്പാകെ അർപ്പിക്കുന്നതിനായി ഞങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പാവങ്ങളെ പരമാർത്ഥമായി ഏറ്റുപറയുന്നതിനും മറ്റുള്ളവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധ വചനം ശ്രദ്ധയോട് കേൾക്കുന്നതിനാൽ ഞങ്ങൾ നിന്റെ സ്നേഹത്തിന്റെ വലിപ്പത്തെ കൂടുതൽ യഥാർത്ഥമായി അറിയുകയും നിന്റെ കൃപാവരങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിൽ തെളിച്ചു കാണിക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. രണ്ടാം ഭാഗം. പാപസ്വീകാരം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാവങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാവങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. ഞാൻ എഴുന്നേറ്റ് അപ്പന്റെ അടുക്കൽ ചെന്നവനോട്, അപ്പാ, ഞാൻ സ്വർഗ്ഗത്തോടും നിന്നോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറയും. ദൈവരാജ സമീപിച്ചിരിക്കുന്നു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും നമുക്ക് മുട്ടുബുദ്ധിമാനമായ നമ്മെ തന്നെ ശോധന ചെയ്യാം. നമുക്ക് നമ്മുടെ പാവങ്ങളെ സർവശക്തനായ ദൈവത്തോട് വിനയമായി ഏറ്റുപറയാം. ഒന്നാമത്തെ പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തി മഹാകരുണാപിതാവേ, ഞങ്ങൾ കാണാതെ ആളുകളെ പോലെ എന്റെ വഴിയിൽ തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ സ്വന്തങ്ങളെ വിചാരങ്ങളെയും മുഖങ്ങളെയും ഞങ്ങൾ ഏറ്റവും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശകൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെ ചെയ്യാതെ വിട്ട് ചെയ്ത കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഞങ്ങളെ സൗഖ്യമില്ല. മനുഷ്യന്മാരായ കുറ്റക്കാരായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, തങ്ങളുടെ പിഴകളെ ഏറ്റുപറയുന്നവർ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നീ മനുഷ്യർക്ക് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്ത പ്രകാരം അനുദപിക്കുന്നവരെ വീണ്ടും കൈക്കൊള്ളണം. മഹാകരുണയുള്ള പിതാവേ, നിന്റെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ഞങ്ങൾ ഇനിമേൽ വൃത്തിയോടും നീതിയോടും സുബോധത്തോടും നടക്കേണ്ടത് ക്രിസ്തു മൊത്തം കൃപ ചെയ്യണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനം, മാപ്പം, ജീവിതം ക്രമപ്പെടുത്തുന്നതിനുള്ള അവസരം, പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമ്മൾക്ക് നൽകുമാറാകട്ടെ.
സ്തുതിക്കുവീൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. ഇന്നത്തേക്ക് ഒന്നാം പാഠമായി നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം മീഖാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മീഖാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള ദൈവവചനം ശ്രദ്ധിപ്പിൻ. യഹോവ അരുളി ചെയ്യുന്നത് കേൾപ്പിൻ. നീ എഴുന്നേറ്റ് പർവ്വതങ്ങളുടെ മുൻപാകെ വ്യവഹരിക്ക. കുന്നുകൾ നിന്റെ വാക്ക് കേൾക്കട്ടെ. പർവ്വതങ്ങളും ഭൂമിയുടെ സ്ഥിരമായ അടിസ്ഥാനങ്ങളുമായുള്ളവേ, യഹോവയുടെ വ്യവഹാരം കേൾപ്പിൻ. യഹോവയ്ക്ക് തന്റെ ജനത്തോട് ഒരു വ്യവഹാരമുണ്ട്. അവൻ ഇസ്രായേലിനോട് വാദിക്കും. എന്റെ ജനമേ, ഞാൻ നിന്നോട് എന്ത് ചെയ്തു? ഏതൊന്നിനാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു? എന്റെ നേരെ സാക്ഷീകരിക്ക. ഞാൻ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചു. അടിമ വീട്ടിൽ നിന്ന് നിന്നെ വീണ്ടെടുത്തു. മോശയെയും അഹരോനെയും മിരിയാമിനെയും നിന്റെ മുൻപിൽ അയച്ചു. എന്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതിപ്രവൃത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലാക്ക് ആലോചിച്ചതും ബെയോരിന്റെ മകനായ ബിലായാം ഉത്തരം പറഞ്ഞതും ശിത്തീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചതും ഓർക്കുക. എന്തൊന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്നു അത്യുന്നത ദൈവത്തിന്റെ മുൻപാകെ കുമ്പിടേണ്ടു? ഞാൻ ഹോമയാഗങ്ങളോടും 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാങ്ങളോടും കൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? 1000 ആട്ടുകൊറ്റലിലും 10,000 തൈലനദിയിലും യഹോവ പ്രസാദിക്കുമോ? എന്റെ അതിക്രമത്തിനു വേണ്ടി ഞാൻ എന്റെ ആദിജാതനെയും ഞാൻ ചെയ്ത പാപത്തിനു വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താവുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ഇവിടെ പാഠം അവസാനിക്കുന്നു. ഇന്ന് കാലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന സങ്കീർത്തനം 106 1 മുതൽ 12 വരെ. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയുടെ വീര്യപ്രവൃത്തികൾ ആർ വർണ്ണിക്കും? അവൻ്റെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും? ന്യായത്തെ പ്രമാണിക്കുന്നവരും എല്ലായ്പ്പോഴും നീതി പ്രവർത്തിക്കുന്നവരും ഭാഗ്യവാന്മാർ. യഹോവേ, നീ തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിന്, നിന്റെ ജനത്തിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും നിന്റെ അവകാശത്തോടു കൂടെ പോരേണ്ടതിനും നിന്റെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് നിന്റെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരെ പോലെ പാപം ചെയ്തു. ഞങ്ങൾ അകൃത്യവും ദുഷ്ടതയും പ്രവർത്തിച്ചു. ഞങ്ങളുടെ പിതാക്കന്മാർ മിസ്രയീമിൽ വെച്ച് നിന്റെ അത്ഭുതങ്ങളെ ഗ്രഹിക്കാതെയും നിന്റെ മഹാദയെ ഓർക്കാതെയും കടലക്കരയിൽ ചെങ്കടൽക്കരയിൽ വെച്ച് തന്നെ മത്സരിച്ചു. എന്നിട്ടും അവൻ തന്റെ മഹാദയ്ക്ക് ശക്തി വെളിപ്പെടുത്തേണ്ടതിന് തന്റെ നാമനിമിത്തം അവരെ രക്ഷിച്ചു. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി. അവൻ പകയന്റെ കയ്യിൽ നിന്നു അവരെ രക്ഷിച്ചു, ശത്രുവിന്റെ കയ്യിൽ നിന്ന് അവരെ വീണ്ടെടുത്തു. വെള്ളം അവരുടെ വൈരികളെ മൂടിക്കളഞ്ഞു, അവരിൽ ഒരുത്തിന് ശേഷിച്ചില്ല. അവൻ അവന്റെ വചനങ്ങളെ വിശ്വസിച്ചു, അവന് സ്തുതി പാടുകയും ചെയ്തു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ, ആരെങ്കിലും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. രണ്ടാം പാഠം അപ്പോസ്തലനായ പൗലോസ് കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. The second lesson is taken from the second epistle of Paul to the Corinthians, chapter 4, verses 7 to 15. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾ മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു.
ഞങ്ങളുടെ മറ്റ് ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എപ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഞങ്ങൾക്കുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവോട് കൂടെ ഉയർപ്പിച്ച് നിങ്ങളോട് കൂടെ തിരുസന്നിധിയിൽ നിർത്തും എന്ന് ഞങ്ങൾ അറിയുന്നു. കൃപ പലരിലും പെരുകി ദൈവത്തിന്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. ഇവിടെ 2-ാം പാഠം അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രം ഉണ്ടാവട്ടെ. വിശുദ്ധ സുവിശേഷം, വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 29 വരെ ഒരു വാക്കുകളെ കേൾപ്പി. Gospel according to Saint Mark chapter 4, 26 to 29. And he said, the kingdom of God is as if a man should scatter seed on the ground. He sleeps and rises night and day, and the seed sprouts and grows, he knows not how. The earth produces by itself first the blade, then the ear, then the full grain in the ear. But when the grain is ripe, at once he puts in the sickle, because the harvest has come. ഇവിടെ സുവിശേഷ വേദപാഠം വായിച്ച് അവസാനിച്ചിരിക്കുന്നു. ക്രിസ്തുവേ നിനക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ചേർന്ന് 402-ാമത്തെ കീർത്തനം പാടാം. ഹിം നമ്പർ 402. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് വീണ്ടും ഒരു നല്ല സമയം ഒരുക്കി തന്ന ദൈവത്തിന് മുമ്പാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇവിടെ വന്നതിന്റെ ശേഷം അല്ലെങ്കിൽ
ഒരു പക്ഷേ പറഞ്ഞാൽ ചിലപ്പോൾ അമേരിക്കയിലായിരിക്കുമെന്ന് തന്നെ നമ്മുടെ സ്നേഹിതരൊക്കെ വിളിച്ചു പറഞ്ഞു, അച്ഛാ ഒക്ടോബർ മാസമൊക്കെ ഞങ്ങളെ ആദ്യബലമൊക്കെ നടക്കാറുണ്ട്, എന്നാൽ ഇന്നത്തെ സാഹചര്യം അനുസരിച്ച് നമ്മൾ അടുത്ത വർഷത്തേക്ക് ജാനുവരിയിലേക്ക് അത് മാറ്റിയിരിക്കുന്നു. എന്നാൽ ആദ്യബലത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകിയ കാര്യം എന്ന് പറഞ്ഞാൽ, when I heard that our Holy Trinity family, the members, we bring our own produce for the Harvest Festival. അതിനെ കാരണം കൊണ്ട് ഇന്ന് നാം വായിക്കാൻ പോകുന്ന ഈ ഒരു വിഷയം, somewhere down the lane you can connect to the text. വിശുദ്ധ മർക്കോസ് സുവിശേഷം 4-ാം അധ്യായം 26 മുതൽ 29 വരെ ഉള്ള വാക്യങ്ങൾ ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. അതിന്റെ 26-ാം വാക്യം ഇങ്ങനെ ഒരു വാക്ക് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഹി സെഡ് ദി കിങ്ഡം ഓഫ് ഗോഡ് ഈസ്. പിന്നെ അവൻ പറഞ്ഞത്, ദൈവരാജ്യം ഒരു മനുഷ്യൻ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയിൽ നാം കണ്ടത്, എല്ലായ്പ്പോഴും തന്റെ പിതാവിന്റെ ഭവനം അത് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് നല്ലൊരു കാഴ്ചപ്പാട്, നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് കർത്താവ് എല്ലായ്പ്പോഴും നൽകിയിട്ടുണ്ട്. So from Jesus we have received maybe little bits of what the kingdom of God is all about. ഇന്നത്തെ ഈ ഒരു ലോകത്തിൽ നാം കാണുന്നത് everything is so shaky and shakeable. These days, നമ്മൾ പത്രത്തിൽ വായിച്ചാലും നമ്മൾ ഈ ആയിരിക്കുന്ന ഈ പട്ടണത്തിൽ നമ്മൾ നോക്കിയാലും all the companies, not many but at least few of the companies are declaring themselves as bankrupt. ഒരു വർഷമായ building you will see or hear cracks and it's crumbling. You might be having the most expensive car but it rests. Our bodies which you have right now, eventually it will wear out. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു 26-ാം വാക്യം ഈ ഒരു കാര്യം കൊണ്ടുവരുമ്പം നമ്മളോടും ഒക്കെ പറയാൻ ആഗ്രഹിക്കുന്നത്, തന്റെ പിതാവിന്റെ ഈ ഒരു രാജ്യം എന്ന് പറഞ്ഞത്, ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൺഷേക്കബിൾ ആൻഡ് എറ്റേണൽ. അതുകൊണ്ട് ഈ ഭൂമിയിൽ തന്നെ നിങ്ങളും ഞാനും ആയിരിക്കുമ്പം കർത്താവ് യേശു ക്രിസ്തു നമുക്ക് നാളുകൾ നമ്മുടെ ജീവിതത്തിൽ ദാനമായിട്ട് നൽകുമ്പം ഈ ലോകത്തിൽ കർത്താവ് പറയുന്നതുപോലെ ജീവിക്കണം. എന്നാൽ ദൈവരാജ്യമായിരിക്കണം നമ്മൾ ഏറ്റവും വലിയ പ്രയോറിറ്റി. 2-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ കടക്കുന്നു. അതാണ് നമ്മളെ ഇന്ന് മുഖ്യമായിട്ട് നാം പഠിക്കാൻ പോകുന്നത്. Verse 26. The kingdom of God is as if a man should scatter seed on the ground. You or I may never understand how a seed functions. Because we're not coming from the farmer's family. Or maybe you are. So we have no idea how a seed functions. കാരണം പുറമേ നാം നോക്കുമ്പം ഒരു വിത്ത് മണ്ണിലേക്ക് ഇടുമ്പം അത് ഒരു ചത്ത അവസ്ഥയാണ് നാം കാണുന്നത്. The outer appearance of the seed seems like it is completely dead. അത് മരിച്ച അവസ്ഥയാണെന്നുള്ള നമുക്ക് ആ ഒരു ഐഡിയ നമ്മുടെ മനസ്സിലേക്ക് വരാൻ കാരണം, we don't see in that seed any instant growth. ഉടനെയുള്ള വളർച്ച നാം കാണുന്നില്ല. We are not able to see any beauty and it is not taking up any form. ഒരു രൂപം അത് എടുക്കുന്നുമില്ല, ധരിക്കുന്നുമില്ല. സോ പലപ്പോഴും മണ്ണിലേക്ക് പോകുന്ന വിത്ത് many times nothing worthwhile is happening at that specific place. അങ്ങനെയുള്ള സാഹചര്യത്തിലാ മർക്കോസ് നമ്മളോട് പറയുന്നത്, Matthew tells us that just like the work of seed is the work of a God. വിത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ ഒക്കത്തില്ല, അതുപോലെ തന്നെ പിതാവായ ദൈവത്തിന്റെ പ്രവൃത്തിയും നമുക്ക് പലപ്പോഴും കാണാൻ ഒക്കത്തില്ല.
കാരണം വിത്തിന്റെ ആ പ്രവൃത്തി, ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി സ്ലോ. 1 മാസം, 6 മാസം, 1 വർഷമൊക്കെ എടുക്കും. ആൻഡ് സ്ലോലി ഇൻ ഇറ്റ്സ് ടൈം വിത്ത് അത് വിതച്ച് എന്തെങ്കിലും ഗുണമുള്ള കാര്യം ഈ ലോകത്തിലേക്ക് നമുക്കൊക്കെ അത് നൽകുന്നത്. ആൻഡ് സോ ഡസ് ഗോഡ്. ഇന്ന് നാം പ്രത്യേകമായിട്ട് പാൻഡമിക് സിറ്റുവേഷനിൽ 8 മാസം കഴിഞ്ഞിട്ടും നമ്മൾ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന കാര്യം, കർത്താവേ, why you are so slow in your work and why you are functioning so slow. And many times it seems like God is not working, or maybe He's working but very slow. എന്നാൽ ഈ വിത്തിനെ കുറിച്ച് മർക്കോസ് എഴുതിയതിന്റെ കാരണം കൊണ്ട്, പിന്നെ അത് മാത്രമല്ല, ഈ ലോകത്തിൽ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാമല്ലോ. The seed thus reminds us that definitely a day would come when it will sprout. അത് മുളച്ച് ഒരു രൂപമെടുക്കും, ഒരു ഫലം ഉണ്ടാകും. എന്നാൽ അതിനൊരു സമയം നമ്മൾ കൊടുക്കണം. The invisible, the unseen and the undetectable seed would one day will become visible, seen and tangible. പിതാവായ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് നമുക്ക് കാണാൻ ഒത്തില്ലെങ്കിൽ അത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവേ, എന്താ ദൈവത്തിന്റെ ഈ പ്രവൃത്തി മറ്റുള്ളവർ, എന്റെ കൂട്ടുകാരും സഭയിലുള്ള എല്ലാവരും കാണുന്നുണ്ടല്ലോ, എനിക്ക് മാത്രം കാണാൻ ഒക്കുന്നില്ലെന്നുള്ള ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും അവിടെ വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം സ്ലോലി ആൻഡ് സ്റ്റഡ്ലി the invisible works of the God, the unseen works of the God, the undetectable work of the God will definitely become visible, seen and tangible in your life, my dear brothers and sisters in Christ. അല്ല, അതിനുവേണ്ടി ഇവിടെ മർക്കോസ് പറയുന്ന ഒരു കാര്യം 29-ാം വാക്യം നമ്മൾ കാണുന്നത്, because the harvest has come. ആ ഫലം, ആ പ്രവൃത്തിയുടെ, വിത്തിന്റെ പ്രവൃത്തിയുടെ ഫലം കാണാനാണെങ്കിൽ, പിതാവായ ദൈവത്തിന്റെ ആ പ്രവൃത്തിയുടെ ഫലം കാണാനാണെങ്കിൽ, we have to wait for that harvest time to come. So it is only when the full harvest is there you can see the things coming up. ഈ ഹാർവെസ്റ്റ് ഇല്ലാത്ത ആ സമയം വരെ everything is hidden. ആ സീഡിന്റെ ഉള്ളിലുള്ള ആ മഹിമയും ആ ശക്തിയും ആ പൊട്ടൻഷ്യല് കാണുന്നത് മണിക്കൂറുകൾ, മാസങ്ങൾ, വർഷങ്ങൾ കഴിയുമ്പോഴാണ്. അതുപോലെ തന്നെ പിതാവായ ത്രിയേക ദൈവത്തിന്റെ പ്രവൃത്തിയിലെ ശക്തി നമുക്ക് കാണാൻ ഒക്കുന്നത് നിങ്ങളും ഞാനും കാത്തിരിക്കുന്നു. So, but when the harvest comes, we come to know the inner power of the seed. So, ഞാനൊന്ന് പറഞ്ഞോട്ടെ, what exactly is a seed? വിത്ത് എന്നൊക്കെ നമ്മൾ പറയുന്നു, അത് what exactly is a seed? Seed could be your compassion. നിങ്ങൾ ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ, എൻകറേജ് ചെയ്യുന്നുണ്ടെങ്കിൽ, that is also വിത്ത്, അതൊരു സീഡാ. If you are able to forgive others, അതും ഒരു വിത്താണ്. ഞാനും ഒരു വ്യക്തിയെ ക്ഷമിക്കുവാണെങ്കിൽ ഉടനെ ചിലപ്പം അതിന്റെ ഫലമുണ്ടാകത്തില്ല. ചിലപ്പം മാസമല്ല വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഒരു ഫലമുണ്ടാകുന്നത്. നിങ്ങൾ ഇടുന്ന വിത്തായിരിക്കും, ഈ സഭയിൽ ഇട്ടേക്കുന്ന വിത്തായിരിക്കും. 1947 അല്ലെങ്കിൽ 1900 വെളിയിൽ കണ്ടതുപോലെ 70, 72 നാം കാണുമ്പം ഈ സഭ രൂപീകരിക്കുമ്പം you have put your effort, time, money, idea as a with, as a seed ആയിട്ട് നിങ്ങൾ ഇട്ടിട്ടുണ്ട്. 1970 നിങ്ങൾ ഈ പള്ളിയിലോട്ട് നോക്കുമ്പം ഒരു പക്ഷേ ഈ ഭിത്തി മാത്രം കാണും. ഇത്രയൊന്നും വൃത്തി വലിയായിട്ട് നിങ്ങൾക്ക് കാണാനൊക്കത്തില്ലായിരിക്കാം. എന്നാൽ ഇന്ന് ആ ജനം നമ്മുടെ സഭയിലുള്ളപ്പം നിങ്ങൾക്ക് ഇന്ന് പുറകോട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് അറിയാനൊക്കും, because we have waited, though the work was slow, just like the seed, the functions we did not see much, but it took time for us to see the fruit. ഇന്ന് 2020 നമ്മുടെ ഹാർവെസ്റ്റിന്റെ ഈ ഒരു ടൈം
ഏകദേശം 70 വർഷം നമ്മൾ താണ്ടി വന്നപ്പോൾ നമുക്ക് അറിയാൻ ഒക്കുന്നത്, ദൈവമേ സ്തോത്രം, നമ്മുടെ സഭ എത്ര വളർന്നിരിക്കുന്നു. ഇന്ന് പണ്ട് നിങ്ങൾ അധ്വാനിച്ചതിന്റെ വിത്തിട്ടതിന്റെ ഫലമാ ഇന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കും ഒക്കെ കാണാനൊക്കുന്നത്. So the seed is your compassion, seed is your encouragement, seed is your forgiveness, seed is your sincere effort. Other vitta. The profound joy that when you come to the church that you give to others, adu oru vittinte oru roopama bhagamaadu. The justice that you implement not only in the church but in the neighborhood that you live, that too is a form of seed. The true love, the agape love, if you're able to give, that is a seed. The quality time for others. എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് എന്റെ സഭയിലുള്ള എൽഡേഴ്സ്, ഈ ഹോളി ട്രിനിറ്റി ചർച്ചിലെ എൽഡേഴ്സ്, ബഹുമാനപ്പെട്ട അങ്കിൾമാരും ആന്റിമാരും ഒക്കെ എന്നോട് പറഞ്ഞൊരു കാര്യം, സഭയിൽ ചില യുവജനങ്ങൾ അല്ലെങ്കിൽ ചില യങ് കപ്പിൾസ് അവരെ വിളിച്ച് ചോദിക്കാറുണ്ട്, അങ്കിൾ ആന്റി നിങ്ങൾ സുഖമാണോ? So spending the quality time with the elders, that is the vith, that is the seed. Definitely ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞോട്ടെ, എന്റെ സ്നേഹിതൻ, പ്രത്യേകമായിട്ട് എന്റെ പ്രായക്കാരെങ്കിലും അങ്കിൾമാരെ ആന്റിമാരെ വിളിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ബിക്കോസ് അറ്റ് ദാറ്റ് ടൈം ഓഫ് ലോൺലിനെസ്, if you are there to give some sort of help, that is a form of seed that you're putting down. It may take time, but it will sprout, my dear brothers and sisters in Christ. And the deep peace that you give to others, the veracity, the truthfulness that you have, ഇതൊക്കെ ഞാൻ പറഞ്ഞു പോകാൻ ഒത്തിരി കാര്യമുണ്ട്. സോ ഇതെല്ലാം വിത്തിന്റെ ഓരോ ഫോംസും ഫോമാറ്റുമായിട്ട്. But the best part is that I can scatter only that seed which you have or I have. People today truly needs a man and a woman who can scatter the right seed. ഇവിടെ നാം വായിച്ച പോലെ a man should scatter seed on the ground. ഇന്ന് ഈ ലോകം നഷ്ടപ്പെട്ടിരിക്കുന്നത് അങ്ങനെയുള്ള വലിയൊരു പുരുഷാരത്തെയാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഇന്ന് ലോകം കാണാത്തത്. ഈ പറഞ്ഞിരിക്കുന്ന വിത്തിന്റെ ഈ സ്വത്തുള്ള, ഈ സ്വഭാവമുള്ളവര് നമ്മളെ സഭയിലും നമ്മൾ അറിയാവുന്ന എല്ലായിടത്തും അവർ വളരണം. അവർക്കുള്ള നല്ല വിത്ത് ദൈവം 30, 60, 100 മടങ്ങായിട്ട് അതിനെ അനുഗ്രഹിക്കും. ആദ്യം പറഞ്ഞതുപോലെ അതിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. വിത്തിനെ കാണുമ്പം അതൊരു മരിച്ച അവസ്ഥയാണ്, അതിന് ജീവനില്ലെന്ന് നമുക്ക് തോന്നും. എന്നാൽ മാസങ്ങളും വർഷങ്ങളും കഴിയുമ്പം the invisible, the unseen and the undetectable seed takes some form, becomes the fruit, becomes the tree. അവസാനം നമ്മൾ അനുഗ്രഹമായിട്ടൊന്ന് മാറിത്തീരും. മൂന്നാമത്തെ കാര്യം പറഞ്ഞ് എവിടെ നിന്ന് അവസാനിപ്പിക്കുന്നു? അതാ 29ാമത്തെ വാക്യം. But when the grain is ripe, at once he puts in the sickle because the harvest has come. When the grain is ripe, now this is the end game. ഈ ഹാർവെസ്റ്റ്, കൊയ്ത്തുകാലം അടുത്ത് വന്നു എന്ന് നാം കാണുമ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ then we have not much time left. The time is very near. When I go through suffering or confusion, നമ്മൾ പലപ്പോഴും പ്രശ്നങ്ങളും പ്രയാസവും ദുഃഖവും രോഗവും ഉണ്ടാകുമ്പം we wonder where we are heading to and where this will end. Let's say where this pandemic will end. ആർക്കൊന്നും അറിയില്ല. We have no clue or idea. We can't see the point or we can't find a purpose. Why, Lord, we should suffer so much of corona in our life? Why should we sit isolated at home when many people out there are enjoying their life? In this parable, we learn that there is an end game. അതിനുവേണ്ടി ഒരു കാര്യമുള്ളത്, അവിടെ ഈ കാർഷികം തീരുമാനിക്കുമ്പോഴല്ല അതിനെ നീക്കി മാറ്റുന്നത്. അരിവാളെടുത്ത് അതിനെ എടുത്തു മാറ്റുന്നത്, കണ്ടിച്ചു മാറ്റുന്നത് അതൊരു കാർഷികന്റെ തീരുമാനമല്ല.
അത് ആ വിത്ത് ഏത് വിധത്തിൽ നിൽക്കുന്നോ അങ്ങനെ ആയിരിക്കും ആ കാർഷികന്റെ തീരുമാനം. Not when the farmer gives, okay, this is the time to, cut off the grain. It's not like that. But only when the crop is ripe, the farmer cuts it down. Then and only then the farmer takes the sickle and harvests the crop. എന്റെ വാക്കുകൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. God has given you not one but different types of seeds. It may be unexploited, unexplored, unseen. മുമ്പോട്ട് വരുന്ന നാളുകളിൽ കർത്താവ് നിങ്ങളെയും എന്നെയും സഹായിക്കട്ടെ അത് കണ്ടെത്താൻ. ആ വിത്ത് ആവശ്യമുള്ളവരുടെ മുമ്പിൽ അത് വിതറുവാൻ കർത്താവ് പ്രത്യേക കഴിവും അനുഗ്രഹവും നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. If your church, if your surroundings, your friends, if they're growing, if they're sprouting, it will be only because there was a man who went out to scatter the seed. നിങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ, നിങ്ങളെ സഭയിൽ, നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളെ വർക്ക് പ്ലേസിൽ, നിങ്ങളെ ഭവനത്തിൽ, if you see that the people are sprouting, the people are growing, and it is very visible and seen, നമ്മൾ സന്തോഷിക്കണം. കാരണം അത് നിങ്ങളെ തീരുമാനമായിരുന്നു. കാരണം നിങ്ങൾ ഇറങ്ങിത്തിരിച്ചു വിത്ത് വിതരാനായിട്ട്. So could you be that man and the woman who can scatter the seed that comes from the kingdom of God? ദൈവത്തിന്റെ രാജ്യത്തിൽ നിന്ന് വരുന്ന ആ ഒരു വിത്ത് വിതരുവാൻ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഇവിടെ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പിതാവായ ദൈവത്തിന്റെ സ്നേഹം, പുത്രനായ ദൈവത്തിന്റെ കൃപയും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സമാധാനം നമ്മുടെ എല്ലാവരും ഇന്നും എന്നേക്കുമായിട്ട് ഇരിക്കുമാറാകട്ടെ. ആമേൻ. അപ്പോസ്തല വിശ്വാസ പ്രമാണം നമുക്ക് ഒരുമിച്ച് ചൊല്ലാം. സർവശക്തിയുള്ള പിതാവായ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിനെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയാതെ ജനിച്ച് പൊന്തിയോസ് പിലാത്തോസ് കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചു, പിന്നെ ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗ്ഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിലേക്ക് പോകാതിരിക്കുന്നു. അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും ന്യായം വിധിക്കാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുദ്ധാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ബർത്ത്ഡേസും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരുടെ പേര്. ബർത്ത്ഡേസ്: Mr. Ethan Thomas, Mr. Abby Abraham, Mr. Paul Manohar CL, Mrs. Lisa Isaac, Miss Anna Alex, Mr. Lloyd Jacob Christie, Mr. Matthew P. John, Mrs. Susama Joseph, Mrs. Anila Ann Kuruda, Mrs. Gracie David, Mr. Sharon Kenneth, Mrs. Mariama Matthew, Mrs. Raji Cherian, Master Arush Jacob Matthew, Master Ashwin Kennedy George, Dr. Sosa Kurian, Mr. Warren Matthew, Master Emil Jacob Joseph, Master Richie Matthew, Mr. Jem Joseph Elias, Mr. Mohan K.G., Mr. Moses Matthews, Mr. Bibi Mary Francis. Vivaha Varshik: Mr. Alex B.C. and Mrs. Marina Alex, Mr. Robbie Paul Verghese and Mrs. Susan Paul Verghese, Mr. Thomas Matthew and Mrs. Rena Thomas, Mr. Shivakumar G.R.V. and Mrs. Annie C. James. ഇവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.
ഹല്ലേലൂയ. സ്തുതിക്കുന്ന അപ്പച്ച, സ്തോത്രം, സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ മക്കളെ സമ്പൂർണ്ണമായിട്ട് ദൈവത്തിന് ഭാഗം സമർപ്പിക്കുന്നില്ല അപ്പച്ച. ദൈവമേ, ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും അപ്പച്ച ഞങ്ങളുടെ മക്കളെ അവിടെ നിന്ന് അനുഗ്രഹിച്ചു. അവർ ഈ സമയത്തായിരിക്കുന്ന കർത്താവെ ഭവനത്തിൽ അങ്ങയുടെ ആത്മാവ് അപ്പച്ച കടന്നെന്ന് അവരെ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് സ്തുതിക്കുന്നില്ല അപ്പച്ച. ദൈവമേ, അവരേത് അവസ്ഥയിൽ ആയിരുന്നാലും പ്രത്യേകമായിട്ട് ഈ കൊറോണ സമയത്തൊക്കെ ഇത്രയും വിടുതൽ അപ്പച്ച നൽകിയതിനെ ഓർത്ത് ദൈവമേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. എല്ലാ ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും അപ്പച്ച ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അവിടെ നിന്ന് വിടുവിക്കുന്നതിനെ ഓർത്ത് ദൈവമേ ഞങ്ങൾ സ്തുതിക്കുന്നല്ലോ. കർത്താവെ, അവരുടെ ജീവിതത്തിൽ ഒരു പുതിയ വർഷം അപ്പച്ച ദാനമായിട്ട് നൽകി അങ്ങേ ആരാധിച്ച് ആശ്രയിച്ച് ജീവിക്കുവാൻ ഞങ്ങളുടെ മക്കളെ അവിടുന്ന് സഹായിക്കണമേ. സന്തോഷവും സമാധാനവും കർത്താവെ ധാരാളമായിട്ട് അവിടുന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. അപ്പച്ച, വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ഞങ്ങളുടെ മക്കളെയും നാഥ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ലൊരു കുടുംബ ജീവിതം കാഴ്ചവെക്കാനായിട്ട് ഉള്ള സ്വർഗീയ വിവേകവും കൃപയും ഞങ്ങളുടെ മക്കൾക്ക് ദൈവം കൊടുക്കുന്നതിനെ ഓർത്ത് സ്തോത്രം അപ്പച്ച. ദൈവം കൊടുത്തിന് കർത്താവെ ജോലി ഓർത്ത് ദൈവമേ ഞങ്ങൾ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങൾക്കായ സ്തോത്രം, ഭവനത്തിനായ സ്തോത്രം. കർത്താവിൽ എപ്പോഴും ദൈവമേ അങ്ങേ അറിഞ്ഞു ജീവിക്കുവാൻ ഉള്ള ദൈവമേ അവസരം ഞങ്ങളുടെ മക്കൾക്ക് അവിടുന്ന് കൊടുക്കണമേ. ദൈവമേ, വെളിച്ചത്തിന്റെ കുഞ്ഞുങ്ങളായി ജീവിക്കുവാൻ അവരെ സഹായിക്കണമേ. ദൈവമേ, എല്ലാം വലിയ അപകടത്തിൽ നിന്ന് അപ്പച്ച വരുന്ന നാളുകളിൽ അവരെ അവിടുന്ന് വിടുവിക്കണമേ. പ്രത്യേകമായിട്ട് ദൈവമേ, കാലാകാലങ്ങളായിട്ട് ഞങ്ങളെ എങ്ങനെ ദൈവം അനുഗ്രഹിച്ചു ആ വാക്കുകൾ കർത്താവെ, ആ വചനം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ മാതാപിതാക്കന്മാരെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ യാചിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് ഒരുങ്ങാം. ഒരാഴ്ചവട്ടം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകി തന്നു. കഴിഞ്ഞ ഒരാഴ്ചവട്ടത്തിലെ ലോകത്തിലെ വിവിധങ്ങളായിട്ടുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും നടമാടിയപ്പോൾ കർത്താവിന്റെ മാറ്റമില്ലാത്ത സംരക്ഷണയിൽ ഒരാഴ്ചയോടെ നമ്മെ കാത്തുപരിപാലിച്ച ദൈവിക കൃപകളെ ഓർത്ത് ദൈവത്തിനെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഈ ആഴ്ചയിലും ഓൺലൈനായി നമുക്ക് ആരാധനയിൽ പങ്കെടുക്കുവാൻ ദൈവം ഇടയാക്കി ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതുവരെയും ആരാധനയിൽ വ്യാപരിച്ച ദൈവകൃപകൾക്കായി സ്തുതിക്കാം. കർത്താവേ, തുടർന്നും ഞങ്ങളുടെ ശുശ്രൂഷയിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ലോകമൊക്കെയും ഒരു മഹാമാരിക്കെതിരെ പോരാടുമ്പോൾ കർത്താവേ, ജനങ്ങളെ അവിടുന്ന് വഴി നടത്തുന്ന വലിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലും ക്ഷേമത്തോടെ വഴി നടത്തുന്ന അങ്ങയുടെ വലിയ കൃപകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. തുടർന്നും ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചുകൊള്ളുമാറാകണമേ. കർത്താവേ, ഈ പ്രയാസം കർത്താവേ ഞങ്ങളുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെടുവാനുള്ള കൃപ അവിടുന്ന് നൽകി തരുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ രോഗം അനേകരുടെ ജീവനെ എടുത്തു. കർത്താവേ, അനേകർ ഭാരത്തിലും പ്രയാസത്തിലും കഴിയുന്നു. അനേകർക്ക് ജോലി നഷ്ടപ്പെട്ടു. അനേകർ മാനസികമായിട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവേ, ഈ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അടികൾ പ്രാർത്ഥിക്കുന്നു. അടികളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവേ, നിന്റെ മക്കൾക്ക് ആശ്വാസം നൽകി കൊടുക്കുമാറാകണമേ. അവർക്ക് ധൈര്യം നൽകി കൊടുക്കുമാറാകണമേ. അവർക്ക് ബലം നൽകി കൊടുക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള ജീവിതത്തില് കർത്താവെ അങ്ങ് തന്നെ താങ്ങും തണലുമായി അവരോടൊപ്പം ഉണ്ടായിക്കൊള്ളുമാറാകണമേ. കർത്താവെ, അവർക്ക് ആവശ്യമായ കൃപകൾ നൽകി തുടർന്നും വഴി നടത്തിക്കൊള്ളുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രോഗത്തിന് എതിരെ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും നമുക്ക് കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വാക്സിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമേ. അതൊരു വിജയം കണ്ടെത്തി കർത്താവെ അത് ജനങ്ങൾക്ക് ഉപകാരമായി തീരുവാനോടുന്നിടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രോഗത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഗവൺമെന്റ് സംവിധാനങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. മെഡിക്കൽ ടീമിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വോളണ്ടിയേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നവരെ കർത്താവെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കൾക്ക് ആവശ്യമായ ബുദ്ധിയും ജ്ഞാനോടൊന്ന് പകർന്നു നൽകി കൊടുക്കുമാറാകണമേ. അവരോടൊപ്പം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമേ.
കർത്താവെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, തങ്ങളുടെ ജീവനെ പോലും ഗണിച്ചുകൊണ്ട് കർത്താവെ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അവരോടൊപ്പം അങ്ങയുടെ കൃപയുണ്ടായിക്കൊള്ളുമാറാകണമേ. ധൈര്യവും ബലവും നൽകി അവരെ വഴി നടത്തിക്കൊള്ളുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റു രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്നവരെയൊക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന അനേകരുണ്ട്. കർത്താവെ, ഹൃദയരോഗത്താൽ ഭാരപ്പെടുന്ന അനേകരുണ്ട്. മറ്റു രോഗത്താൽ ഭാരപ്പെടുന്നവരെയൊക്കെയും കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരോടൊപ്പം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമേ. ധൈര്യം നൽകണമേ, ബലം നൽകണമേ. എത്രയും വേഗം കർത്താവെ ഈ രോഗം ശരീരത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കർത്താവെ ആരോഗ്യവും ബലവും പ്രാപിച്ച് അവർ ദൈവത്തെ സ്തുതിപ്പാനുള്ള കൃപ അവർക്ക് നൽകി കൊടുക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. സഭയുടെ വിവിധ ആവശ്യങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവം തുടർന്നും ഞങ്ങളെ അവിടെ നിന്ന് വഴി നിർത്തണമേ. ഈ ദേശത്ത് കർത്താവെ അങ്ങയുടെ കിടാവിളക്കായിട്ട് ഈ സഭ ശോഭിച്ചു നിൽപ്പാൻ അവിടെ നിന്ന് കൃപ നൽകി തെരുമാറാകണമേ. ഈ സഭയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് അച്ഛന്മാരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. റോബനച്ഛനെ കുടുംബമായി അവന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇവിടെയുള്ള ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ശക്തിയും ബലവും നൽകി കർത്താവെ നിന്റെ ദാസനെ അവിടുന്ന് ശക്തീകരിച്ചുകൊള്ളുമാറാകണമേ. കുടുംബമായ പല കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവെ. കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമേ. കൊച്ചുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചുകൊള്ളുമാറാകണമേ. അവരുടെ ആവശ്യങ്ങളിൽ കർത്താവെ നടപടിയായിട്ട് അവിടുന്ന് നിവർത്തിച്ചു കൊടുക്കുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൂര്യച്ചന് വേണ്ടി പ്രാർത്ഥിക്കാം. നാട്ടിലായിരിക്കുമ്പോൾ കർത്താവെ അവിടുന്ന് വഴി നടത്തിക്കൊള്ളുമാറാകണമേ. കർത്താവെ മടക്കി യാത്രയിലൊക്കെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമേ. വീണ്ടും ഇവിടെ മടങ്ങി വന്ന് കർത്താവെ ശുശ്രൂഷയിൽ വ്യാപൃതനാകുവാൻ എന്റെ മകനെ അവിടുന്ന് ഇടയാക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. കൊച്ചുമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ അവരോടൊപ്പം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പാസ്റ്ററേറ്റ് കമ്മിറ്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നേർന്നു നൽകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ അവരുടെ പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ സഭയ്ക്ക് കൂടുതൽ അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. കർത്താവെ എന്റെ മക്കളുടെ ശുശ്രൂഷ കർത്താവെ അവർക്ക് കുടുംബമായിട്ട് വ്യക്തിപരമായിട്ട് സഭയ്ക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാക്കി തീർക്കുമാറാകണമേ. നമ്മുടെ എല്ലാ സംഘടനകൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് വാർദ്ധക്യത്തിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ ആത്മായ ഫെലോഷിപ്പ് അംഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആവശ്യമായ ധൈര്യവും ബലവും കൃപയൊക്കെ നൽകി കൊടുക്കുമാറാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. സ്ത്രീജനസഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ നിന്റെ മക്കളുടെ പ്രവർത്തനങ്ങൾ അങ്ങയുടെ ദൈവനാമ മഹത്വത്തിനായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ. കർത്താവെ അവർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമേ. പ്രത്യേകിച്ച് ഈ നാടുകളിൽ നടക്കുന്ന ബൈബിൾ സ്റ്റഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹയോട് ഫെലോഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ എല്ലാ അംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർക്ക് ആലയത്തിൽ വരുവാനും കർത്താവെ പരസ്പരം ആശ്വാസങ്ങൾ പങ്കുവയ്ക്കുവാനും ഒക്കെ ആഗ്രഹിക്കുന്നു. കർത്താവെ സാഹചര്യങ്ങൾ പ്രതികൂലമായിട്ടിരിക്കുന്നു. എത്രയും വേഗം കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് അങ്ങ് ആരാധിക്കാനുള്ള സാവകാശത്തെ അവിടുന്ന് ഒരുക്കി തെരുമാറാകണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഗായക സംഘത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. യുവജന പ്രസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ എല്ലാ മെമ്പേഴ്സിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവർക്ക് ആവശ്യമായ കഴിവുകളെ കർത്താവെ നൽകി കൊടുത്തിരിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. കഴിവുകളെ തക്കത്തിൽ ഉപയോഗിക്കാൻ ഓരോരുത്തരെ അവിടുന്ന് ഇടയാക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സൺഡേ സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ കുഞ്ഞുങ്ങളുടെ പഠനത്തിൽ വളർച്ചയിലൊക്കെ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമേ. സൺഡേ സ്കൂളിൽ നേർന്നു നൽകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ നാടുകളിലെ ഓൺലൈൻ ക്ലാസ്സുകൾ ഒക്കെ നടക്കുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം കുഞ്ഞുങ്ങളോടൊപ്പം ഉണ്ടായിക്കൊള്ളുമാറാകണമേ. മാനസികമായിട്ട് ശാരീരികമായിട്ടൊക്കെയും അവരെ അവിടുന്ന് ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ നാടുകളിൽ വിവാഹത്തിനായിട്ട് ഒരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് മെറീന മോനച്ചനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. വിവാഹത്തിനായിട്ട് ഒരുങ്ങുമ്പോൾ കർത്താവെ നിന്റെ മകളോടൊപ്പം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമേ. കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീരുമാനോട് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുക്കി കൊടുത്തിരിക്കുന്ന പങ്കാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നിന്റെ മക്കളെ അവിടുന്ന് ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ ദുഃഖത്തിലായിരിക്കുന്ന ഐസക് മാത്യു അച്ഛന്റെ കുടുംബത്തെ ദൈവവരങ്ങളിലേക്ക് സമർപ്പിക്കാം. മാതാവിന്റെ വിയോഗത്തിൽ കർത്താവെ നിന്റെ മക്കളെ ഭാരത്തിലിരിക്കുന്നു. സർവ്വബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നൽകി നിന്റെ മക്കളെ അവിടുന്ന് വഴി നടത്തിക്കൊള്ളുമാറാകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കർത്താവെ ഞങ്ങളെ വ്യക്തിപരമായിട്ട് കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളിലൊക്കെ അപ്പന്റെ സാന്നിധ്യം ഉണ്ടായിക്കൊള്ളുമാറാകണമേ. ആവശ്യങ്ങളിൽ കർത്താവെ താങ്ങായിട്ട് തണലായിട്ട് അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മഹായിടവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അധ്യക്ഷൻ തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുടുംബമായിട്ട് കർത്താവെ ഈ നാടുകളിലെ സേവനം ചെയ്യുമ്പോൾ
കർത്താവിന്റെ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിക്കൊള്ളുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, അതിർത്തിയിലൊക്കെയും നടക്കുന്ന സംഘർഷങ്ങളൊക്കെയും കർത്താവെ എത്രയും വേഗം പരിഹരിക്കാനുള്ള കൃപ അവിടെ നൽകി തരുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തമിഴ്നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെയൊക്കെയും ഭരിക്കുന്നവരെ കർത്താവെ അങ്ങയുടെ ജ്ഞാനത്താൽ നിറച്ചുകൊള്ളുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പ്രാവശ്യം കൂടെ നമ്മെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ വേദനകളിൽ ആശ്വാസം തരുന്ന ഒരു ദൈവം നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ വേദനകളെ തൊട്ട് സൗഖ്യമാക്കുന്ന ഒരു ദൈവം നമ്മോടൊപ്പം ഉണ്ട്. നമ്മുടെ രോഗങ്ങളെ മാറ്റുന്ന ഒരു ദൈവം നമ്മോടൊപ്പം ഉണ്ട്. ആ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമുക്ക് കടന്നു വരാം. താവേ, ഞങ്ങളുടെ വേദനകൾ ഞങ്ങളെ അവിടുന്ന് വഴി നിർത്തിക്കൊള്ളുമാറാകണമേ. ഞങ്ങളുടെ പ്രയാസങ്ങളെ അവിടുന്ന് മാറ്റി വിരിച്ചുകൊള്ളുമാറാകണമേ. ഞങ്ങളുടെ ഹൃദയവേദനകളുമായിട്ട് ഞങ്ങൾ തിരുസന്നിധിയിലേക്ക് വരുമ്പോൾ ഞങ്ങളെ അവിടുന്ന് തൊട്ട് ആശ്വസിപ്പിച്ചുകൊള്ളുമാറാകണമേ. നമ്മുടെ ആവശ്യങ്ങളെ ഭാരങ്ങളെയൊക്കെയും ദൈവങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സകലതും യേശുനാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ പ്രാർത്ഥനയുടെ സംക്ഷിപ്തമായിട്ടുള്ള പൊതുവിലുള്ള സ്തോത്രം നമുക്ക് ഒരുമിച്ച് പങ്കുകൊള്ളാം. പൊതുവിലുള്ള സ്തോത്രം. സർവശക്തിയുള്ള ദൈവമേ, സകലകർമ്മങ്ങളുടെയും പിതാവേ, അയോഗ്യരായ അടിയാരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്രകരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയവും മനഃപൂർവ്വമായുള്ള സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകലങ്ങൾക്ക് വേണ്ടിയും എല്ലാത്തിനും മേലായ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുത്തതിന്റെ വിലമതിച്ചു കൂടാത്ത സ്നേഹത്തിന് വേണ്ടിയും കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന് നിന്നെ സേവിക്കുന്നതിനെ ഞങ്ങളെ ഏൽപ്പിച്ച ഞങ്ങളുടെ ആളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുൻപാകെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ അതിനെക്കൊണ്ട് മാത്രമല്ല ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിന് നിന്റെ സകലങ്ങളെ കുറിച്ചതായ ബോധം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. നിനക്കും പരിശുദ്ധാത്മാവിനും സകലവും മാനവും മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, ഈ സമയത്ത് ഏകമനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ നീ ഞങ്ങൾക്ക് കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകളിൻ പ്രകാരം നൽകുമെന്ന വാഗ്ദത്തവും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ അടിയാന്റെ ആഗ്രഹങ്ങളും അപേക്ഷകളും ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരവും കൊണ്ട് നിവൃത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനവും പരലോകത്തിൽ നിത്യജീവനും ഞങ്ങൾക്ക് തരണമേ. ആമേൻ. ഒഫട്രിക്കായിട്ടുള്ള പ്രാർത്ഥന. സകല നല്ല ദാനങ്ങളുടെയും ദാതാവായ ദൈവമേ, നിന്റെ ജനങ്ങളുടെ വഴിപാട് കരുണയോട് കൈക്കൊള്ളണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ലോകത്തെങ്ങും സമാധാനം സമൃദ്ധിയും വർദ്ധിച്ചു വളരുവാൻ തക്കണം. ഈ വഴിപാടിനെയും ഇത് അർപ്പിക്കുന്ന നിന്റെ ജനങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ധൈര്യത്തോട് ഒരുമിച്ച് എല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ. ഞങ്ങളുടെ കരുണയെ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിൽപ്പെടുത്താതെ ദുഷ്ടനിൽ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുമുള്ളതാകുന്നു. ആമേൻ. ആശീർവാദം നമുക്ക് കൈക്കൊള്ളാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. കർത്താവ് തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം തരുമാറാകട്ടെ. അടുത്ത ഞായറാഴ്ച നവംബർ 15-ാം തീയതി നമ്മൾ പെൻഷൻ ഞായറായിട്ട് സൺഡേ ഫോർ ദി ഗേൾ ചൈൽഡ് ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നല്ലോ. അടുത്ത ഞായറാഴ്ച നമ്മൾ ആരാധന രാവിലെ 9 മണിക്ക് നടത്തപ്പെടുന്നു.
അടുത്ത ഞായറാഴ്ച നമ്മുടെ മുഖ്യ സന്ദേശം നൽകുന്ന നമ്മളെ ആൻ ജേക്കബ് കൊച്ചമ്മയായിരിക്കും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് ആൻ കൊച്ചമ്മയെ നിങ്ങൾ പ്രാർത്ഥന ഓർക്കണം എന്ന് നിങ്ങളോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അതുപോലെ നമ്മുടെ TBS നമ്മുടെ തേഴ്സ്ഡേ ബൈബിൾ സ്റ്റഡി നവംബർ 12 7 മണിക്ക് വൈകിട്ട് നടത്തപ്പെടുന്നു. വെള്ളിയാഴ്ച പ്രാർത്ഥന നവംബർ 13 7 മണിക്ക് വൈകിട്ട് രാത്രി സമയം നടത്തപ്പെടുന്നു. നവംബർ 11 നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി ധാരാളമായിട്ട് നമ്മൾ സഹായിച്ചിട്ടുമുണ്ട്. അതിന്റെ ഫലമായിട്ട് മിസ്സസ് ഡാലി മോനച്ചൻ അമ്മാമയുടെ മകൾ മിസ് മെറീന മോനച്ചന്റെ വിവാഹം നവംബർ 11 അത് നടത്തപ്പെടുന്നു. അതിലേക്ക് ഇന്നത്തെ ഈ സമയം വരെ പ്രാർത്ഥനയാലും ഫിനാൻഷ്യൽ ഹെൽപ്പാലും സഹായിച്ച എല്ലാവരോടും സഭയുടെ നാമത്തിലും ഈ കുടുംബത്തിന്റെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് മിസ് മെറീന മോനച്ചനെയും മെറീന മോനച്ചന്റെ ജീവിതത്തിൽ കടന്നു വരുന്ന ആ പാർട്ട്ണറിനെയും നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം എന്നീ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ അനൗൺസ്മെന്റ് ചെയ്തതുപോലെ ദൈവം സഹായിച്ച നവംബർ 22 ഏകദേശം 8.5 മാസത്തിന് ശേഷം നമ്മുടെ ആരാധന അവിടെ തുടങ്ങുന്നു. നവംബർ 22 തുടങ്ങുന്ന ആരാധന മാറ്റിൻസ് ആയിരിക്കും. എന്നാൽ അതൊരു ടെന്റേറ്റീവ് ഡേറ്റ്. നമ്മുടെ എല്ലാ ഫെസ്റ്റിവൽസ് കഴിഞ്ഞ് ആ സമയത്തിന്റെ നമ്പേഴ്സ് അനുസരിച്ചായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. ഇത് കമ്മിറ്റിയുടെ തീരുമാനം അറിയിച്ചതേ ഉള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം എന്ന സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ഫണ്ടിനെ കുറിച്ചുള്ള സഭയുടെ ചേർച്ച് ഫണ്ട് ചിലരൊക്കെ നമ്മുടെ സഭയുടെ ട്രഷററിനെയും സെക്രട്ടറിയൊക്കെ അറിയിച്ചു. ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അവർക്ക് അല്പം പ്രയാസമുണ്ട്. അങ്ങനെ ഏതെങ്കിലും പ്രയാസം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ച് ചെക്ക് നിങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാനൊക്കും. സോ നിങ്ങൾ അതോർത്ത് ഒട്ടും പേടിക്കണ്ട, നിങ്ങൾക്ക് ചെക്ക് ട്രാൻസ്ഫർ ചെയ്യാനൊക്കും. സോ ആ ഒരു വിവരം നമ്മുടെ സഭയുടെ സെക്രട്ടറിയോ ട്രഷററിനോ നിങ്ങൾ അറിയിക്കണം എന്ന സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. നവംബർ 4 നമ്മൾ ഈ സഭയിൽ ഒരു വിവാഹം നടന്നു. എല്ലാവരും അത് അറിഞ്ഞു കാണും. മിസ്റ്റർ വിവിയൻ പോൾ ഡാനിയൽ ആൻഡ് മിസ്സസ് അഞ്ജു ബോബി ഈ ദമ്പതികളെ വളരെ സന്തോഷത്തോടെ ഈ സഭയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ സഭയിൽ ചർച്ച് സെക്രട്ടറി ആയിട്ടും ഈ സമയങ്ങളിലൊക്കെ നമ്മളെ ലീഗൽ സബ് കമ്മിറ്റിയുടെ അംഗമായിട്ടും പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട മിസ്റ്റർ ഐസക് മാത്യു മോണിച്ചാന്റെ മദർ മിസ്സസ് I.M. റേച്ചൽ നിത്യത്തിലേക്ക് കടന്നുപോയിരിക്കുന്നു. അവരുടെ ഫ്യൂണറൽ സർവീസ് നവംബർ 3 കിൽപോപ്പ് സെമിട്രിയിൽ അത് നടത്തപ്പെട്ടു. പ്രത്യേകമായിട്ട് മിസ്റ്റർ ഐസക് മാത്യുവിനെയും അവരുടെ ഭവനത്തെയും നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കണം എന്നീ സമയത്ത് അറിയിക്കും. കഴിഞ്ഞ ഒരു മാസമായിട്ട് സുരേഷിനും ഞാനൊക്കെ നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്നുണ്ടല്ലോ. ആർക്കെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള പ്രയാസം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഇഫ് യു ഹാവിങ് എനി പ്രോബ്ലംസ് പ്ലീസ് കോൾ എന്ന നമ്പർ. നിങ്ങൾക്ക് എന്റെ നമ്പർ അറിയാം, സുരേഷിന്റെ നമ്പർ അറിയാം. സോ ഫീൽ ഫ്രീ എനി ടൈം ഓഫ് ദ ഡേ നൈറ്റ് യു ആർ ഫ്രീ ടു കോൾ us. So make use of this. ദൈവം എവരെയും അനുഗ്രഹിക്കട്ടെ. May the grace and His complete protection be upon each one of us.